നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് UAE ഞെട്ടിച്ച് രണ്ടിടത്ത് സ്ഫോടനമുണ്ടായത്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിർമ്മാണ മേഖലയിലും അബുദാബിയിലെ മുസഫയിലെ എണ്ണ ടാങ്കറുകളിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ 3ഓളം ടാങ്കറുകളിൽ തീപിടിച്ചു. എന്നാൽ നേരത്തെ ആളപായമില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഇതിന് പിന്നാലെ മുസഫ ഐക്കാർഡ് സിറ്റിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പെട്രോൾ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ച് 3 മരണം രേഖപ്പെടുത്തി. 6 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. 2 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് കൊല്ലപ്പെട്ടതെന്ന് UAE വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. ചിലരുടെ പരിക്ക് സാരമുള്ളതാണെന്നും ചിലത് നേരിയതാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ നിർമ്മാണ കേന്ദ്രത്തിന് സമീപവും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഐക്കാർഡ് മുന്നിൽ രാവിലെയായിരുന്നു സംഭവം നടന്നത്. അഡ്നോക് സംഭരണ ടാങ്കുകൾക്ക് സമീപമുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ടാങ്കറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് അബുദാബി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി തീയണച്ചു. ഡ്രോൺ പോലുള്ള വസ്തു പ്രദേശത്ത് വീഴുകയും തീപിടിക്കുകയുമായിരുന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. UAE വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തതും ഇത് തന്നെയാകുന്നു. സംഭവസ്ഥലത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതേസമയം അബുദാബി സ്ഫോടനം ഹൂതികളുടെ ആസൂത്രിത ആക്രമണമാണെന്നും ഇത് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും UAE വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയുടെ സുരക്ഷയെ തകർക്കാൻ തീവ്രവാദ സംഘങ്ങൾക്കാവില്ലെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത്. അബുദാബി മുസഫയിൽ 3 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപത്തും സ്ഫോടനമുണ്ടായി. വിമാനത്താവളത്തിന്റെ പുതിയ നിർമ്മാണ മേഖലയിലും സ്ഫോടനം ഉണ്ടായി. അഡ്നോക്കിന്റെ സംഭരണശാലയ്ക്ക് സമീപമുള്ള ICAD 3യിലാണ് ടാങ്കറുകൾ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഡ്രോൺ ആക്രമണം നടത്തിയതാണെന്ന് അവകാശപ്പെട്ട യമനിലെ ഹൂതി വിമതർ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ചെറിയ വിമാനത്തിന്റെ ഭാഗങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രോൺ ഇടിച്ചായിരിക്കാം പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായതെന്ന് അബുദാബി പോലീസ് വിലയിരുത്തുന്നു. സ്ഫോടനത്തിൽ 3 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. 2 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. മരിച്ചവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. UAEയുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ മുസഫയിലെ സംഭരണ കേന്ദ്രത്തിന് സമീപമാണ് ആദ്യ പൊട്ടിത്തെറി ഉണ്ടായത്. സ്ഫോടനത്തിൽ 3 ഇന്ധന ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചു. അബുദാബി വിമാനത്താവളത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന മേഖലയിലും പൊട്ടിത്തെറിയുണ്ടായി. 2 ഇടങ്ങളിലും പൊട്ടിത്തെറിക്ക് മുൻപ് ഡ്രോൺ പോലെയുള്ള വസ്തു വന്നു പതിച്ചു എന്ന് അബുദാബി പോലീസ് സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നയതന്ത്ര വിധേയമാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം UAEയിലെ പൊട്ടിത്തെറി തങ്ങളുടെ സൈനിക നടപടിയായിരുന്നുവെന്ന് യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഹൂതികൾ നേരത്തെ പലതവണയായി സൗദി അറേബ്യയിലെ നജ്റാനിലേക്കും അബഹ വിമാനത്താവളത്തിലേക്കും ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ചെങ്കടലിൽ GCC രാജ്യങ്ങളുടെ കപ്പലുകൾ പലതവണ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ട്. എണ്ണ കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചത്. മരിച്ചവരുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട്. മരിച്ചവരിൽ ഒരാൾ മലയാളിയാണെന്ന് സൂചനയുണ്ട്. ഇന്ധനവും പ്രകൃതിവാതകവും നിറയ്ക്കാനെത്തിയ ടാങ്കർ ജീവനക്കാരാണിവർ. ഇന്ത്യക്കാർ മരിച്ച വിവരം എംബസി അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പരിക്കേറ്റവരിൽ 5 പേർ പാകിസ്ഥാൻ സ്വദേശികളാണ്. ഇതിൽ നിസാര പരിക്കേറ്റ 3 പേരെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ച് തങ്ങൾ നടത്തിയ ആക്രമണങ്ങളാണിതെന്ന് യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിനടുത്ത് നിർമ്മാണം നടക്കുന്ന പ്രദേശത്തും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആളപായമില്ല. വിമാന സർവീസ് തടസ്സപ്പെട്ടെങ്കിലും വൈകാതെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. 2 ആഴ്ച മുമ്പ് UAEയുടെ ചരക്ക് കപ്പൽ ഹൂതി വിമതർ തട്ടിയെടുത്തിരുന്നു. യമനിൽ ഹൂതി വിമതർക്കെതിരെ സൗദി അറേബ്യയും നേതൃത്വം നൽകുന്ന പോരാട്ടത്തിൽ UAE പങ്കെടുത്തിരുന്നെങ്കിലും 2019 ഭാഗികമായി പിന്മാറിയിരുന്നു. മുൻപും അബുദാബിയിലും ദുബായിലും ആക്രമണം നടത്തിയതായി ഹൂതി വിമതർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും UAE അധികൃതർ നിഷേധിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.